അല്ലെങ്കിൽ ഈ 30 കഴിഞ്ഞ ലേഡീസ് ഉണ്ടല്ലോ, അവർ ഈ സാരിയൊക്കെ ഉടുത്ത് ആ മുട്ടിയൊക്കെ അങ്ങനെ അഴിച്ചിട്ട് നടന്നു വരുമ്പോ ഉണ്ടല്ലോ വല്ലാത്ത ഭംഗിയാ. ആണോ? അതിനെ വൈബ് എന്നല്ല പറയുന്നത്, നാഡീവ്യൂഹ ക്ഷതം. എന്താ മലയാളത്തിൽ പറഞ്ഞാൽ ഞരമ്പ് രോഗം. എടാ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ, തല പൊട്ടിച്ചിട്ട് തലച്ചോറെടുത്ത് കളയല്ലേ എന്ന്. നീ അത് കേട്ടില്ല. നീ നിന്റെ തലച്ചോറെടുത്ത് കളഞ്ഞിട്ട് പകരം കഴുതച്ചോറെടുത്ത് നിറച്ചതിനകത്ത്, എന്നിട്ടിപ്പോൾ പൊതിഞ്ഞ് കെട്ടി വെച്ചേക്കുക. തലേ കഴുതച്ചോറല്ലേ. നിന്റെ മൈൻഡ് ഇപ്പം അങ്ങനെ ആയിപ്പോയി. മൈൻഡിനകത്തൊന്നും ഇപ്പം രഹസ്യമായിട്ട് വെക്കാൻ പറ്റത്തില്ല, എല്ലാം വെളി വരും. കഴുത കാർന്ന പോലെ ഇങ്ങനെ വെളിയിലോട്ട് കരഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാം ഇങ്ങനെ കഴുത പറയുന്ന പോലെ എല്ലാം ഇങ്ങനെ വിളിച്ച് കാറിക്കൊണ്ടിരിക്കും. മൈൻഡിനകത്തൊന്നും വെക്കാൻ അറിയത്തില്ല. ഇനിയിപ്പോൾ അനുഭവിച്ചോ. എടാ, തലയ്ക്കകത്തെ തലച്ചോറിന് പകരം കഴുതച്ചോറൊക്കെ ആയാൽ ഇങ്ങനെ ഇരിക്കും. താൽക്കാലികമായിട്ട് വേണമെങ്കിൽ ഞാനൊരു പരിഹാരം പറഞ്ഞു തരാം. നീ ആ ചെവിയുടെ 2 സൈഡിലിരിക്കുന്ന ഈ കോപ്പെല്ലാം എടുത്ത് ദൂരോട്ട് കളഞ്ഞിട്ടേ, ഏതായാലും പൊതിഞ്ഞ് കെട്ടി വെച്ചേക്കുവാണല്ലോ, അപ്പം ചുമ്മാടിൻ്റെ ആവശ്യമില്ല. വല്ല ഇഷ്ടികയോ കോൺക്രീറ്റോ ഒക്കെ അവിടെ ഇങ്ങനെ ചുമന്ന് അവിടെ ഇങ്ങനെ ഇച്ചിരി വെയിറ്റൊക്കെ കയറി ഇങ്ങനെ അമുങ്ങിക്കഴിയുമ്പം നിന്റെ ഏനക്കേട് കുറച്ചൊക്കെ മാറും. നീ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ശാലം കട്ടനും അടിച്ചിട്ട് എനിക്ക് വൈബ് വേണ്ടേ, എവിടെയെങ്കിലും കിടന്നാൽ മതിയേ, എവിടെയെങ്കിലും കിടന്നുറങ്ങിയാൽ മതിയേ എന്ന് പറയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി അങ്ങനെ ചെയ്യട്ടോ. പറഞ്ഞ പോലെയൊക്കെ ചെയ്യും. പോ.